യേശുവിന്റെ നാമത്തിൽ ആരാധനയിൽ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ സോദരം നമുക്ക് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട. നാം ദൈവത്തോട് സംസാരിക്കുവാൻ തയ്യാറാവും. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്, നാം ദൈവത്തോട് സംസാരിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ പറയാം, നാം ദൈവത്തോട് ചിലത് പറയുന്നവരായി മാറണം. എന്താ ദൈവത്തോട് പറയേണ്ടത്? കർത്താവേ സ്തോത്രം, സകലരും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നിന്റെ ശക്തിയാൽ സകലതും നിന്റെ മുമ്പിൽ കീഴടങ്ങും. സ്തോത്രം, സകല നാമം നിന്റെ നാമത്തെ ഘോഷിക്കുവാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ നാളെ സംഭവിക്കാൻ പോണതാ. ഹല്ലേലൂയ. ലോകം മുഴുവനും ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, അത് അതിന്റെ പ്രവൃത്തിയിൽ സ്തോത്രം ചെയ്യുന്നു. അത് എന്തുമായിക്കൊള്ളട്ടെ. സ്തോത്രം കൊണ്ടാണ് ദാവീദ് ആത്മാവിൽ ദൈവിക സത്യം തിരിച്ചറിഞ്ഞ് താൻ ദൈവത്തോട് വിളിച്ചു പറഞ്ഞു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർദ്ധിക്കുന്നു, ആകാശ വിധാനങ്ങൾ അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം സ്തോത്രം അതതിന്റെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ അതതിന്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെല്ലാം വിളിച്ചു പറയുന്ന ഒരു സത്യം ഇതാണ്: ഇതിനെല്ലാം ഭയങ്കരമായി സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, ഇതിനെല്ലാം വാക്കുകൊണ്ട് വിളിച്ചു ഉളവാക്കിയ ഒരു ദൈവമുണ്ട്. നമ്മളാരാണ്? നമ്മളിതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവം നമുക്ക് തന്ന പദവി എത്ര വലുതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭൗതിക നന്മയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. കാരണം അത് വെറും ചവറായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമുക്ക് തന്ന നന്മയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നത്, മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ആത്മീയ നന്മകളെ നാം ഓർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. ആ ആരാധനയിലാണ് ദൈവം സന്തോഷിക്കുന്നത്. കാരണം അതാണ് അതിമഹത്തായത്. ഹല്ലേലൂയ. അതാണ് അതിവിലയേറിയത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് നമ്മൾ തിരിച്ചറിയുകയും അത് നമ്മൾ അനുഭവിക്കുകയും ചെയ്ത് കർത്താവിന് നാം നന്ദി പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മൾ സന്തോഷിക്കുവാൻ സ്വന്തം അത് കാണുമ്പോൾ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഈ കർത്താവിന്റെ സന്നിധിയിൽ പറയാൻ കഴിയത്തില്ല, കർത്താവ് നീ എന്റെ സങ്കേതമാണ്. ഹല്ലേലൂയ. നീ എന്റെ രക്ഷകനാണ്. കർത്താവ് നീ എന്റെ കോട്ടയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പോളിക്കാലം ദൈവം നമ്മളെ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയതായിരിക്കുന്ന വിധങ്ങൾ നമ്മുടെ ഭൗതിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നതായിട്ട് നമ്മൾ കർത്താവിന് നന്ദി പറയരുത്. സ്വന്തം നമ്മൾ വാഹനവുമായി കടന്നുപോയപ്പോൾ, നമ്മൾ നടന്നുപോയപ്പോൾ, നമ്മൾ സ്വന്തം പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തപ്പോൾ അവിടെ എല്ലാം ദൈവത്തിന്റെ സംരക്ഷണം നമ്മൾ കൂടെ അതിലെല്ലാം ഉപരിയായി നമ്മളെ തകർന്നു കളയുവാൻ പിശാച് നമ്മുടെ ആത്മമണ്ഡലത്തെ, നമ്മുടെ ആത്മീയ മനുഷ്യനെ രക്ഷിവെച്ചപ്പോൾ അവിടെ എല്ലാം നമ്മളെ താങ്ങി നടത്തിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പോളിക്കാലം സ്വന്തം പത്രോസിനോട് കർത്താവ് സത്യം വിളിച്ചു പറഞ്ഞു, നിന്നെ സ്വന്തം ചെയ്യുന്ന പിശാച് മാറ്റിക്കളയുവാൻ എന്നോട് അനുവാദം ചോദിച്ചു. നിന്നോടല്ല, എന്നോട് അനുവാദം ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കാതെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നോട് ചോദിച്ചു, പക്ഷെ ഞാൻ അത് അനുവദിച്ചില്ല. ഹല്ലേലൂയ. ആ വാക്കൊക്കെ നമുക്ക് തരുന്ന ബലം എന്താ? നമ്മൾ പല വിഷയങ്ങളുടെ നടുവിലും പിശാച് ദൈവത്തിന്റെ നന്മകളെ മറന്നു കളയുവാൻ വേണ്ടി സ്തോത്രം നമ്മുടെ പല പ്രാർത്ഥനകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കാര്യങ്ങൾ തിരിഞ്ഞു മറിയുമ്പോൾ നാം പെട്ടെന്ന് നിരാശരാകുമ്പോൾ ഒരു കാര്യം നാം മറന്നു പോകരുത്: ദൈവം നമുക്ക് ചെയ്ത അതിമഹത്തായ നന്മയ്ക്ക് ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ. അത് നിലനിൽക്കുന്ന നന്മയാണ്. അത് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണ് പ്രകാശിക്കുമ്പോൾ തിരുവചനം പറയുന്നു, നമ്മുടെ എല്ലാ ഭാരങ്ങളും നമ്മളെ വിട്ടുമാറുവാനിടയാക്കി നാം കർത്താവിൽ സ്വതന്ത്രരാകുവാനിടയാക്കിയിരുന്നു. നാം ദൈവിക സമാധാനത്തിൽ നാം സന്തോഷിക്കുവാനിടയാക്കിയിരുന്നു. നാം ദൈവിക സന്തോഷത്തിൽ തുള്ളിച്ചാടുവാനിടയാക്കിയിരുന്നു. ഇന്ന് കൊടുക്കാലം ആ നന്മകളെല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് സ്വന്തം ചെയ്യാം. നമ്മുടെ രക്ഷകനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി. ഹല്ലേലൂയ. ദൈവം നമുക്ക് ആരെല്ലാം മാറിയിരിക്കുന്നുവോ അതാണ് നാം ദൈവത്തോട് പറയേണ്ടത്. നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവ് അങ്ങന്റെ രക്ഷകനാണ്. ഹല്ലേലൂയ. അങ്ങന്റെ സംഗീതമാണ്, അങ്ങന്റെ കോട്ടയാണ്. ഹല്ലേലൂയ. അങ്ങന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങന്റെ അപ്പനാണ് കർത്താവ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇതുപോലെ കാലം ദൈവം നമുക്ക് ആരായിട്ട് മാറിയിരിക്കുന്നു അത് നാം തിരിച്ചറിഞ്ഞ് നമുക്ക് കർത്താവിന് നന്ദി പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആരാധനയിൽ ദൈവ സാന്നിധ്യം അറിയുമ്പോൾ നമ്മുടെ രോഗമണ്ഡലങ്ങൾ അഴിഞ്ഞു മാറും. നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മതലത്തിലെ എല്ലാ ബലഹീനതകളും മാറിപ്പോകാനിടയാക്കിയിരുന്നു. നാം ആത്മാവിൽ ശക്തരായി മാറും. നമ്മുടെ കണ്ണ് ചിലത് കാണുവാനിടയാക്കിയിരുന്നു. നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ.
അതെല്ലാം ദൈവം നമുക്ക് കാണേണ്ടതുപോലെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കുവാനിടയായി. അങ്ങനെ ഇതുപോലെ കാലം കർത്താവിന്റെ കരങ്ങളിൽ ദൈവം ചെയ്തെല്ലാം നമ്മളെ നമുക്ക് കൊണ്ടുപോകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ പാടുന്ന പാട്ട് നമുക്ക് ധ്യാനിച്ച് പാടി. ഇതൊക്കെല്ലാം നമ്മുടെ അനുഭവമാണ്. ദൈവം നമ്മുടെ രക്ഷകൻ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മുടെ ജീവനേക്കാൾ വലുതായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ഇതുപോലെ കാലം തിരിച്ചറിവുള്ള സന്തോഷത്തോടെ ആമേൻ സമർപ്പിച്ച് നമ്മുടെ കർത്താവ് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറയാം.